ഇവിടെ സ്വാഗത പ്രാസംഗികൻ അമ്മമാരുടെ പങ്കിനെ കുറിച്ച് പറഞ്ഞു. അതിലേക്ക് നമ്മൾ വരാം. എങ്കിലും അതിനു മുമ്പായിട്ട് ധർമ്മവ്യാധൻ്റെ കഥ നമ്മളൊക്കെ കേട്ടിട്ടുണ്ട്. ധർമ്മവ്യാധൻ എന്ന മഹർഷി ചെന്ന് ഒരു പതിവ്രതയായ അമ്മയോട് ഭിക്ഷ ചോദിച്ചു. അമ്മ പറഞ്ഞു, അവിടെ ഇത്തിരി നിൽക്കൂ, ഞാൻ വരാം, ഞാനൊരു തിരക്കിലാണ്, ഞാൻ എൻ്റെ ഭർത്താവിന് ആഹാരം ഉണ്ടാക്കി കൊടുത്തുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. ഇദ്ദേഹം കാത്തിരുന്നു. കുറേയധികം സമയം കാത്തിരുന്നപ്പോൾ അദ്ദേഹത്തിന് സ്വാഭാവികമായിട്ടും ദേഷ്യം വന്നു. അദ്ദേഹം ശപിച്ചു ഈ അമ്മയെ. അമ്മ തിരിച്ചു ഒരു ശാപം കൊടുത്തു. അപ്പം അമ്മയുടെ ശാപം ഏറ്റപ്പോൾ മഹർഷിക്കൊരു സംശയം, ഇതെന്താ കഥ? ഞാൻ നൂറ്റാണ്ടുകൾ തപസ് ചെയ്ത് ലഭിച്ച ഒരു തപഫലമായ പുണ്യം, ശക്തി അത് ഈ സ്ത്രീക്കുണ്ടെന്നോ? ഇവരൊരു തപസ്സും ചെയ്യുന്നില്ലല്ലോ. ഇവർ ഒന്നും ചെയ്യാതെ ഇവരിങ്ങനെ അടുക്കള ജോലി ചെയ്യുക, ഭക്ഷണം ഉണ്ടാക്കുക, ഭക്ഷണം കൊടുക്കുക, പാത്രം കഴുകുക. അപ്പോൾ അതിൻ്റെ സംശയ നിവാരണം എന്ന് പറയുന്നത് സ്വന്തം ധർമ്മമാണ് ആ അമ്മ അനുഷ്ഠിക്കുന്നത്. പതിവ്രതയായ അമ്മ സ്വന്തം ധർമ്മം അനുഷ്ഠിക്കുകയാണ്. സ്വധർമ്മേ നിധനം ശ്രിയം. സ്വന്തം ധർമ്മം ചെയ്യുന്നതിലാണ് ശ്രേയസ് അടങ്ങിയിരിക്കുന്നത്. അപ്പോൾ മനുഷ്യരെന്ന നിലയിലുള്ള നമ്മുടെ ധർമ്മം, ആ ധർമ്മത്തിൻ്റെ ഭാഗമായാണ് നാം ഒക്കെ ഇവിടെ വന്ന് ചേർന്നിരിക്കുന്നത്. സംസ്കാരം എന്ന പദം നമ്മൾ എപ്പോഴും ഉപയോഗിക്കാറുണ്ട്. സംസ്കാരമുള്ളവരെ അങ്ങനെ ചെയ്യണം, സംസ്കാരത്തിൻ്റെ സൂചനയാണെന്നൊക്കെ. എന്താണ് സംസ്കാരം? ആരാണ് സംസ്കാരമുള്ളവർ? സാംസ്കാരിക നായകന്മാർ. നമ്മൾ അർത്ഥം അറിഞ്ഞും അറിയാതെയും പ്രയോഗിക്കുന്ന ഒരു വാക്കാണ്. ആരാണ് സാംസ്കാരിക നായകന്മാർ? എന്താണ് സംസ്കാരം? നാം ജീവിക്കുന്ന ഈ ഭൂമിയെ, ഈ സമൂഹത്തെ ഏതെങ്കിലും തരത്തിൽ മെച്ചപ്പെടുത്തുന്ന ഏതൊരു പ്രവൃത്തിയും സംസ്കാരം. നാം ജീവിക്കുന്ന ഈ ലോകത്തെ മെച്ചമാക്കാനുള്ള യത്നമാണ് സംസ്കാരം. നമ്മുടെ ഈ ലോകത്തെ മെച്ചപ്പെടുത്താൻ ഇതിനേക്കാൾ വലിയ ഒരു വഴിയില്ല, ഇതിനേക്കാൾ ശ്രേഷ്ഠമായ മറ്റൊരു ഉപാധിയില്ല എന്ന് നമുക്കറിയാം. എന്തുകൊണ്ട്? മുഴുവൻ ജീവജാലങ്ങളുടെയും ശ്രേയസ്, മുഴുവൻ ജീവജാലങ്ങളുടെയും നന്മ, അത് ലക്ഷ്യമാക്കിക്കൊണ്ട് രൂപീകൃതമായ ചിന്താ പദ്ധതിയാണ്, ജീവിത പദ്ധതിയാണ് നമ്മുടെ ഈ സനാതനധർമ്മം. ഋഗ്വേദം ആവർത്തിച്ച് പറയുന്നത് പരിസ്ഥിതിയോട്, പ്രകൃതിയോട് നമുക്ക് നിറവേറ്റാനുള്ള കർത്തവ്യത്തെക്കുറിച്ചാണ്. നദികൾ പുണ്യവാഹിനികളാണ്. നദീജലം മലിനമാക്കരുത്, നദിയിൽ മൂത്രമൊഴിക്കരുത്, വെള്ളത്തിൽ മൂത്രമൊഴിക്കരുത്, വിസർജിക്കരുത്. അത് പരമശുദ്ധമായി നിലനിർത്തണം. ഇത് 1000 ആണ്ടുകൾക്ക് മുൻപ് ഋഗ്വേദം പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇതൊക്കെ ശ്രദ്ധിക്കാതെ നമ്മൾ നദികൾ മലിനമാക്കി കഴിഞ്ഞിട്ട് 1940കളുടെ അവസാനമാണ് പാശ്ചാത്യ സർവകലാശാലകളിലെ ആളുകൾ പരിസ്ഥിതി മലിനീകരണം എന്ന് പറയുന്ന ഒരു പുതിയ വിഷയവുമായിട്ട് ഇറങ്ങി വരുന്നത്. പരിസ്ഥിതി സംരക്ഷണം, പരിസ്ഥിതി മലിനീകരണം, പരിസ്ഥിതി പ്രതിബദ്ധത, ഇതൊക്കെ 1940കളിലാണ് പാശ്ചാത്യ ലോകം ചിന്തിക്കാൻ തുടങ്ങിയിട്ടുള്ളത്. 1000 ആണ്ടുകൾക്ക് മുൻപ് ഋഗ്വേദം പറഞ്ഞിട്ടുള്ള കാര്യമാണ് പരിസ്ഥിതിയോടുള്ള ഉത്തരവാദിത്വത്തെക്കുറിച്ച്. വൃക്ഷങ്ങൾ പ്രത്യക്ഷ ദൈവങ്ങളാണ്. എന്താണ് കാരണം? വൃക്ഷങ്ങൾ ദാനം തരുന്നതാണ് ചെയ്യുന്നത്. വൃക്ഷങ്ങൾ ഒന്നും ചോദിച്ചു വാങ്ങാറില്ല, ദാനം തരികയാണ് ചെയ്യുന്നത്. അങ്ങനെ ഈശ്വരാംശമുള്ളവരാണ് വൃക്ഷങ്ങൾ. ഇതൊക്കെ ഋഗ്വേദ കാലം മുതൽ നിലനിന്ന് പോന്നിരുന്ന നമ്മുടെ വിശ്വാസ പ്രമാണങ്ങളായിരുന്നു. അപ്പോൾ പരിസ്ഥിതിയോടുള്ള ഉത്തരവാദിത്വത്തെക്കുറിച്ച് നമ്മുടെ വേദങ്ങൾ, നമ്മുടെ ചിന്താ പദ്ധതി നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ജീവിത ധർമ്മത്തെക്കുറിച്ച് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഒരു മനുഷ്യൻ്റെ ജീവിതകാലത്ത്